ചിത്രപ്പണിയൊന്നും വന്നില്ല. അപ്പോഴേക്കും കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ സ്ലോ ആക്കി ലെഫ്റ്റ് വെക്കാൻ പറ്റില്ല. കുറച്ചുകൂടി പോയിട്ട് മതി. പാലം പോകണം എന്ന് പറഞ്ഞാൽ മതി. ഈ ബോൾട്ട് ഇടണ്ട. ബോൾട്ട് ഇതിന്റെ മുകളിലുണ്ടോ അറിയോ? മൂന്ന് പാലം തീർന്നു. അളവൊക്കെ വർക്ക് ചെയ്തിട്ട് പൊടി പറക്കണോട്ടൊക്കെ അങ്ങനെ വെച്ചേക്കും. പിന്നെ ഇപ്പൊ കുറെ നാളല്ലേ പരിപാടി തുടങ്ങി. ലോങ് പിടിച്ചിട്ട് ഓഫ് ചെയ്ത് പെട്ടെന്ന് ഇത്രയൊന്നുമല്ലേ വല്ലാർപാടം? അടുത്ത ദീപാണ് വല്ലാർപാടം. ഇവിടെ ബസ് റൂട്ടോ ബസ് തുടങ്ങിയിട്ട് സർവീസ് തുടങ്ങി. അല്ല അങ്ങനെ ഇവിടെ കണ്ടു. റൈറ്റ് സൈഡല്ലേ വരും. എൻ്റെ മോൻ പിടിക്കരുത് കേട്ടോ. എൻ്റെ മോൻ പിടിക്കരുത്. ആരംഭം നേരെ പിടിച്ചു. നേരെ ഇതാന്നല്ലേ വല്ല രണ്ടാമത് പോലല്ലേ ഇവിടെ അതിലും വലിയ കുരിച്ചാണ്ട. പിന്നെ പറഞ്ഞിട്ട് ആണ് താമൂ സമയണ്ട. ഇവിടെയാണ് വല്ലാർപാടം വരാൻ പോണത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് എവിടെയാണ് എവിടെയാണ് അടുത്ത ദിവസത്താണ് ഈ കാണുന്ന സ്ഥലത്ത്. ഒന്ന് അവിടെ തിരിക്കാൻ
ചോദിക്കാം അവിടെ പണി എടുക്കുക തീരാനെടുക്കുക ബാക്കി ഷാപ്പാർക്ക് പല പല ദൂരമുണ്ട് ഇതൊന്നും രാത്രിയെ ചെയ്യുള്ളൂ ആ രാത്രി ചെയ്യുള്ളൂ ചിലപ്പോൾ എല്ലാ പാലും താമസം അല്ല പൊങ്ങി ചപ്പല്ലേ ഈ താഴ് അതാണ് അവർ പറഞ്ഞിട്ട് അറിയുന്നത് സംഗതി താമം ഞാൻ വണ്ടി ഓടി ഉറയ്ക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ ചിലവാണ് രാജ് മലബാർ മലബാറാണ് ആ സൈഡാണ് ചെറായി ബീച്ചിലേക്ക് നോക്കിയാൽ അങ്ങടാണ് റൈറ്റാണോ റൈറ്റ് റൈറ്റാണ് 20 കിലോമീറ്റർ 20 വൈപ്പിങ് കഴിഞ്ഞ് 1 കിലോമീറ്റർ നമ്മൾ കോസ്റ്ററി പാലത്തിൻ്റെ ആദ്യത്തെ പാലത്തിലേക്ക് കയറണേ അവിടെ നിന്ന് മൂന്നാമത്തെ ഈ വ്യത്യാസം നിങ്ങൾ തന്നെ കാണുക അന്ന് ഇവിടുത്തെ മാറ്റം എന്ന് പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഹയാത്തുണ്ട് ഹയാത്തിനേക്കാളും വലുത് കണ്ടെയ്നർ ടെർമിനലുണ്ട് ആദ്യം വന്നത് കണ്ടെയ്നർ ടെർമിനലാണ് അതപ്പുറത്താണ് അപ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ട് പോകുന്നുണ്ടേ അന്ന് പോയാൽ അതേ റൂട്ട് തന്നെ ആണോന്ന് എഴുതിയിട്ടാണ് കിട്ടണമെന്ന് കിട്ടുമല്ലേ ഗിയർ മാറ്റിയില്ലേ സംഭാഷണം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗിയർ മാറ്റാനുള്ള പറഞ്ഞു ഹയാത്ത് ഇവിടെ കാണാം കണ്ടെയ്നർ ടെർമിനൽ അവിടെ കാണാം പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവാം പറഞ്ഞ പോലെ കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച എടുത്തിട്ട് സക്സസ് ആയില്ല അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി വന്നേക്കണ്ട ഷൂട്ട് ചെയ്യാൻ ഈ ഞായറാഴ്ചയും അതിനു വേണ്ടി മാറ്റി കഴിഞ്ഞ ഞായറാഴ്ച മഴയായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല ഇപ്പം മഴയില്ല പക്ഷെ എന്നൊരു മൂടലുണ്ട് ഒരു പുക അതുകൊണ്ട് തന്നെ എത്രത്തോളം കാഴ്ചകൾ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് ഉള്ള എടുക്കാമല്ലേ എന്തായാലും ആ 20 വർഷം മുമ്പത്തെ അത്രയൊന്നും വരില്ലല്ലോ ഇവിടെ കണ്ടെയ്നർ റോഡൊക്കെ നമുക്ക് കാണാം കേട്ടോ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് കവർ ചെയ്യാം അല്ലേ ജസ്റ്റ് ഒന്ന് ആ റൗണ്ട് ചുറ്റി വരുമ്പോൾ ശരിയാവും അപ്പോൾ ഇപ്പോൾ എടുക്കണം ഇപ്പോൾ എടുത്തേക്കാം പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ എടുക്കില്ല അല്ല അന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല അല്ല ഇവിടെയൊക്കെ വെറുതെ വിശാല നമ്മൾ ആ പോകുന്ന പോക്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ചെറിയൊരു എന്താ പറയുക ഒരു മൺപ്രദേശം അത്രേ ഉള്ളൂ ഇതൊക്കെ ഒരു മൺപ്രദേശം പോലെ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോസ്റ്ററി പാലത്തിൻ്റെ മുകളിലോട്ട് കയറണേ മാസ്ക് വെച്ചുകൊണ്ടാണ് ശബ്ദത്തിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് മാസ്ക് വയ്ക്കാതെ ഈ റോട്ടിൽ കൂടി പോകാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞമ്മണിയുടെ ഒറ്റ നിർബന്ധത്തിലാണ് അന്ന് റോഡുകൾ ഷൂട്ട് ചെയ്തത് കേട്ടോ എപ്പോഴും ഏത് കാലത്തും അവൻ റോഡുകളാണ് കൂടുതൽ ഷൂട്ട് ചെയ്തതാണ് സ്വന്തം ആയിട്ട് അവൻ വീഡിയോസ് എടുക്കാറില്ല പൊതുവെ സ്വന്തം മുഖം വീഡിയോ എടുത്ത് പ്രശസ്തനാവാനൊന്നും അവന് താല്പര്യമില്ല അവന് ഏറ്റവും പ്രധാനം മാറ്റങ്ങളെ കാണുക അതാണ് അവൻ്റെ അപ്പോൾ നമുക്കിവിടെ കണ്ടെയ്നർ ടെർമിനൽ ഇവിടെ കാണാം നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ ചെന്നിട്ടേ
അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അന്ന് അവിടെ ഷൂട്ട് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തട്ടെ. ഇപ്പോഴും ഗിയർ മാറ്റാൻ മറന്നു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, പോട്ടെ. ഇപ്പം അപ്പുറത്തെ ഒരു പാലം കൂടി വന്നിട്ടുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിൽ. അത് പറയാൻ പറഞ്ഞു. നേരത്തെ ഒരു പാലം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പുറത്തൊരു പാലം കൂടി വന്നു. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി അങ്ങ് പോവാം. അപ്പുറത്തോട്ട് നിൽക്കാമല്ലേ. അപ്പോൾ ഇതാണ് കണ്ടെയ്നർ ടെർമിനൽ കേട്ടോ. നമുക്കവിടെ കാണാമെന്ന് വിചാരിക്കണം. ആ കാണുന്നതാണ്, ആ ഭാഗത്താണ്. നേരത്തെ അവിടെ ബ്ലാങ്കായി കിടക്കരുന്നേ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ കൊച്ചിയും ഇവിടെ നമ്മൾ ഹയാത്ത് കാണാം. നേരത്തെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മറൈൻ ഡ്രൈവ് കാണാമായിരുന്നു. അപ്പോൾ അത് കാണാൻ പറ്റില്ല. ഹയാത്ത് വന്നുകൊണ്ട് അത് കവർ ചെയ്ത് പോയി. ആണ് വ്യത്യാസം കേട്ടോ. അങ്ങനെയൊക്കെ പല പ്രശ്നമല്ല, വ്യത്യാസങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് നമുക്ക് വലിയ വ്യത്യാസമില്ല, എന്നാലും കുറച്ച് ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ക്യാമറയിൽ തന്നെ എടുക്കണം. ഓക്കെ. അതുപോലെ അങ്ങോട്ട് നമ്മൾ എടുത്തിട്ടില്ല, കാരണം അവിടെ ഒന്നും വികസനം പോയിട്ട് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അതുകൊണ്ട് ആ ടെർമിനലിൻ്റെ ഭാഗത്ത് നിൽക്കാം. അപ്പോൾ അന്ന് നമ്മൾ മാരുതി വാനാണ് വന്നുള്ളത്. നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെ വന്നത്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. സഹോദരന്മാർ 3 പേരുണ്ടായിരുന്നു. കുഞ്ഞമ്മണി, ഞാൻ 2 സഹോദരന്മാർ, അതായത് സഹോദരനും ഞാനും. ഇന്നിപ്പോൾ നമ്മളുടെ ഈ വാഹനത്തിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പതിയെ കുറച്ചും കൂടി മുന്നോട്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പാലം കൂടി കവർ ചെയ്യണം. 3ാമത്തെ പാലം. അത് കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം കേട്ടോ. അവിടെയൊക്കെ വിശാലമായി കിടക്കായിരുന്നു. വെറുതെ ഇങ്ങനെ പാടവരം പോലെ. ഇതൊക്കെ ഈ റോഡ് കഴിഞ്ഞാൽ പിന്നെ ചെമ്മണ്ണ് പാതയായിരുന്നു കേട്ടോ. അവിടെ ഒരു റെയിൽപാതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റോഡ് പാലം എല്ലാ പാലങ്ങളും കണക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് സൈക്കിൾ പോകുന്ന ഭാഗം മുഴുവൻ നാശമായി കിടക്കാം. ഉള്ളത് എന്ന് പറയാമോ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അന്ന് എടുത്ത അതേ പൊസിഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം അവിടെ നിന്നാണ് ലൈറ്റ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആ ക്ലാരിറ്റി മതി ഉള്ളത്. നമ്മളെന്നാ അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ അത് തന്നെ. രാവിലെ ആണെങ്കിൽ ഒരു വർഷം വ്യത്യാസം കാണിക്കും. പക്ഷെ അന്നൊന്നും രാവിലെ നമ്മൾ പോകില്ല, വൈകിട്ടേ പോകുന്നു. നമ്മളിവിടെ വൈകിട്ടേ ഇറങ്ങാറുള്ളൂ പൊതുവെ. അതൊരു 1 മണി വരെയൊക്കെ പുറത്ത് ഇറങ്ങാറുള്ളൂ. ചിലപ്പോൾ ഒരു പടവൊക്കെ കണ്ടിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് എത്തിയില്ലേ. ഇവിടെയൊക്കെ അന്ന് വിശാലമായി കിടക്കായിരുന്നു കേട്ടോ. ഈ ഇടതുവശത്ത് ലോറി പോയിട്ട് ഒരു വാഹനം പോലും അന്ന് വരില്ല അല്ല. നമ്മളിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും കാണിക്കണം. ആ പഴയ വീഡിയോയ്ക്കും പുതിയ വീഡിയോയ്ക്കും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി കാണിക്കേണ്ട. അപ്പോൾ അവിടെ ഒരു ബിൽഡിങ് വന്നിട്ടുണ്ട്. ഭാവിയിലെ സിംഗപ്പൂർ
സിംഗപ്പൂർ ആവേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത്രത്തോളം വ്യത്യാസം വരുന്നതിനെ കാണിക്കാം. കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റോഡുകൾ ഇപ്പോൾ ഈ അടുത്ത വശത്ത് നമുക്ക് മതിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്കന്ന് ഇത് മറൈൻ ഡ്രൈവ് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം മതിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് എൻട്രൻസ്. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ ഈ ഒരു സൈഡിലുള്ള മതിൽ മാത്രം കാണാം, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റത്തെ പാലത്തമ്മ കൂടി കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തിൽ കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുക്കണേ. അപ്പോൾ അന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് പലരും ആരെ കാണിക്കാനാണ്. അന്ന് യൂട്യൂബ് പോയിട്ട് ഒരു സാധനം പോലും ഇല്ല. ആ കാലത്താണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് അതിൻ്റേതായ ചില സംഗതികളൊക്കെ അതിനകത്തുണ്ടാവും, നമുക്കറിയില്ല. നമ്മളിങ്ങനെ സ്ഥലം അത് കുഞ്ഞമ്മണി അവനാണ് ഇതിൻ്റെ സ്ഥലങ്ങളുടെ ഷൂട്ട് ചെയ്യുന്നതിന് താല്പര്യം. നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ കാലി അടിച്ചടഞ്ഞിരുന്ന സ്ഥലങ്ങളുണ്ടോ റൈറ്റ് സൈഡ്. അവിടെ എല്ലാവരോടും പള്ളിയൊക്കെ കാണാം. പള്ളിയിലേക്കുള്ള ഇവിടെ റൈറ്റ് സൈഡിലേക്ക്. ഇവിടെ അതിൻ്റെ മുമ്പിലൊരു പാലമുണ്ട് ഇപ്പോൾ പുതിയതായിട്ട്. പാലമല്ല, ഒരു ഫ്ലൈ ഓവർ. നമുക്ക് ഈ കണ്ടെയ്നർ ടെർമിനലിലേക്ക് ഇറങ്ങാനുള്ള വാഹനങ്ങൾ, അവിടെ നിന്ന് ഇറങ്ങാനുള്ള വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഫ്ലൈ ഓവർ. നേരത്തെ ഇവിടെ ഭയങ്കര കുരുക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള ഭാഗമുണ്ടോ, ടെർമിനലുകൾ ഇറങ്ങാനുള്ള ഇവിടെ പമ്പുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ലോറികൾ കൂട്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ പരമാവധി ആ ഒരു പാലത്തിൻ്റെ മുകളിൽ ജസ്റ്റ് കയറി ഇറങ്ങി പോകുന്നു. ഇറങ്ങി അത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ. നമ്മൾ ചെറായി ബീച്ചിലേക്ക് പോയിട്ട ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇതിപ്പോൾ 2025 കേട്ടോ. 2025 വ്യത്യാസങ്ങളാണ് ഈ കാണുന്നത്. ആളുകൾ ചൂണ്ടിടാനൊക്കെ വന്നിട്ടുണ്ട് പാലത്തിന്. പത്തൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ ചെറായി ബീച്ചിലേക്കുള്ള തിരക്കായിരിക്കാം മിക്കവാറും ഈ പോകുന്ന ആളുകളൊക്കെ. ചെറായി ബീച്ച്, കുഴിപ്പള്ളി ബീച്ച് ആ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ. വാനായതുകൊണ്ട് ചീറ്റിപ്പൊളിച്ച് പോയി. പിന്നിപ്പോൾ നമ്മൾ സൈക്കിളിനായതുകൊണ്ട് കുറച്ച് അധ്വാനിച്ച് പോകണം. അന്ന് ഇളയ സഹോദരനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അവൻ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യും. അപ്പോൾ എല്ലാ വിഷ്വൽസ് അവനെടുക്കാൻ പറ്റും. നമുക്കിത് നിവർത്തിയില്ല. പിന്നെ കയ്യിൽ പിടിക്കണം. കയ്യിൽ പിടിച്ച് കയറ്റൊന്നും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടം വരെയാണ് അന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നിട്ട് കാരണം അങ്ങോട്ടൊന്നും ഇല്ല, വികസനം എന്ന് പറയാനോ ഒന്നും തന്നെ ഇല്ല. ആ ബിൽഡിങ്ങൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വികസനം എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒരു ഇവിടെ ഈ മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫിഷ് മാർക്കറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജംഗ്ഷൻ വളരെ ചെറിയൊരു നാരോയുള്ള ജംഗ്ഷൻ. ബാക്കി വഴികൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും, നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ
അവസാനത്തെ ഗോശ്രീ പാലം